നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലവിൽ ഗസയിലെ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അതിരുവിടുകയാണ് എന്ന് ലോകം ഒന്നടങ്കം പറയുമ്പോൾ ആക്രമണം തുടങ്ങിയിട്ട് 114 ദിവസമായിട്ടും ഗസയിലെ ഹമാസ് തുരങ്കങ്ങളിൽ തൊടാനാവാതെ പതറിയിരിക്കുകയാണ് ഇസ്രായേൽ. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന് ഇപ്പോഴും ഗസയിലെ തുരങ്കങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നും പലരും പല ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഗസയിലെ ഖാൻ യൂണിസിൽ ഭക്ഷണത്തിനായി വരി നിൽക്കുകയായിരുന്ന ഫലസ്തീനികളെ ബോംബെറിഞ്ഞ ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖാൻ യൂണിസിലെ ആശുപത്രി പരിസരത്ത് ആഹാരത്തിനായി വരി നിൽക്കുകയായിരുന്നു 1000-ഓളം പേർക്കിടയിൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് 50 പേർ കൊല്ലപ്പെട്ടത്. ലബനനിലെ ടെഹർ ഹർഫ ഗ്രാമത്തിൽ ഒരു വീടിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായും നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അൽമ അൽ ഷബ് ഗ്രാമത്തിന്റെയും ധൈര്യ പട്ടണത്തിന്റെയും സമീപ പ്രദേശങ്ങളിൽ വെളുത്ത ഫോസ്ഫറസ് ഷെല്ലുകൾ പതിച്ചതായും ഈ NNA റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹിസ്ബുള്ള അംഗങ്ങളും ലബനൻ പൗരന്മാരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. വംശഹത്യ തടയുന്നതിന് നടപടിയെടുക്കണമെന്ന് വെള്ളിയാഴ്ച ലോക കോടതി ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന കാര്യത്തിൽ കോടതി പരാമർശങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഞങ്ങളുടെ സൈന്യം വംശഹത്യ നടത്തിയിട്ടില്ല എന്ന് ഇസ്രായേൽ തന്നെ ഉറപ്പാക്കുമെന്നും ഗസയിലെ പലസ്തീൻ സിവിലിയന്മാരുടെ മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ദക്ഷിണാഫ്രിക്കയുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ഹമാസിനും അവരെ പിന്തുണയ്ക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കും എതിരെ കനത്ത വിമർശനവുമായി ഇസ്രായേൽ തന്നെ നേരിട്ട് രംഗത്തെത്തി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് നേരിട്ടെത്തിയത്. ഹമാസിനെ നവനാസികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് നെതന്യാഹു രംഗത്ത് വന്നത്. ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാവാദത്തിന് അംഗീകാരം നൽകുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെയും അദ്ദേഹം വിമർശിച്ചു. അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനത്തിൽ സംസാരിച്ച നെതന്യാഹു ഹിറ്റ്ലറിന്റെ പുസ്തകത്തിന്റെ അറബി ഭാഷയിലുള്ള പകർപ്പ് ഉയർത്തിക്കാട്ടിയായിരുന്നു ഈ പരാമർശം. പുതിയ നവനാസികൾ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് സഹായം ലഭിക്കുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു. ഈ പരിഹാസ്യമായ അവകാശവാദം ചർച്ച ചെയ്യാൻ ഹേഗ് പോലും സമയം കണ്ടെത്തി എന്നുള്ളത് അത്ഭുതമുണ്ട് എന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനത്തെ പരാമർശിച്ച് ടെൽ അവീവിൽ ഒരു പത്രസമ്മേളനത്തിൽ നെതന്യാഹു പറയുകയായിരുന്നു. പലരും ഹോളോകോസ്റ്റിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു. അതേസമയം ഇസ്രായേലിന്റെ അയൺ ഡോം മിസൈൽ സംവിധാനങ്ങൾക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ തൊടുത്തുവിടുമെന്ന മുന്നറിയിപ്പുമായി ഹിസ്ബുള്ളയും വന്നിട്ടുണ്ട്. അധിനിവേശ സർക്കാരിന്റെ മിസൈൽ സംവിധാനം അയൺ ഡോം പ്ലാറ്റ്ഫോമുകൾക്കെതിരെ നിലവിൽ 2 കാമിക്കോസ് ഡ്രോണുകൾ വിക്ഷേപിച്ചതായും ലബനിലെ പ്രതിരോധ സേനയായ ഹിസ്ബുള്ള പറയുകയാണ്. ഈ കാമിക്കോസ് എന്ന് പറയുന്നത് ഒരൊറ്റ തവണ പ്രയോഗിച്ചാൽ തന്നെ സർവനാശം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മിസൈൽ ആക്രമണമാണ്. ഈ ഒരു ഡ്രോൺ ആക്രമണം അതിന്റെ പൂർവ്വതയിലെത്തി പൂർണ്ണമായും അയൺ ഡോമിനെ തകർത്ത് തരിപ്പണമാക്കിയെന്ന വാർത്തയും പുറത്തുവരുന്നു.